അപ്പോൾ ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ ജാവ എഡിഷൻ സീരീസിൻ്റെ എപ്പിസോഡ് നമ്പർ 9 ആയിട്ടാണ് ഗൈസ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗൈസ്, നമ്മൾ കുറേ എമറാൾഡും കാര്യങ്ങളും കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കയ്യിൽ ഇതാ കറക്റ്റ് കുറേ എമറാൾഡും കാര്യങ്ങളുണ്ട് ഗൈസ്. ഇത് കണ്ട എൻ്റെ കയ്യിൽ ബുക്കൊക്കെ എടുത്തെറിയുന്നത് ഗൈസ്. സോ ഇത് അത്യാവശ്യം നമ്മൾ അയണും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ അയൺ ഫാം കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിരുന്നു. അതിനുശേഷം ഗൈസ് കിട്ടില്ല പോലത്തെ അയണും കാര്യങ്ങളാണ് കിട്ടുന്നത്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് എന്തായാലും നെതറിലൊന്ന് പോകണം ഗൈസ്. സോ എന്തിനാ വെച്ചാൽ ഓട്ടോമാറ്റിക് ഷുഗർ കെയിൻ ഫാം ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നെതറിൽ പോകേണ്ട അത്യാവശ്യമുണ്ട്. അതിപ്പോൾ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നില്ല. പക്ഷേ നെതറൊന്ന് ഓപ്പൺ ആക്കിയിട്ട് നെതർ ഡിസൈനൊക്കെ സെറ്റാക്കിയിട്ട് ഒന്ന് സെറ്റാക്കണം. നമുക്ക് വില്ലേറിൻ്റെ അടുത്തൊക്കെ കുറേ ട്രേഡ് ചെയ്തു. പിന്നെ അൻഫാമൊക്കെ പക്ക വർക്കിംഗ് ആണ്. വലിയ സോംബിനൊന്നും കാണൂല ഗൈസ്. കണ്ടോ, ഇപ്പം തന്നെ നോക്കുന്ന സോംബിനെ കാണൂല ഗൈസ്. വർക്കിംഗ് ആണ്, അത്യാവശ്യം നല്ല വർക്കിംഗ് ആണ്. എന്തായാലും മെഗാ എഫിഷ്യൻ്റ് ഒന്നല്ല, അത് വാണ്ടൽ ഇതും കിട്ടുന്നുണ്ട്. കുറച്ച് നേരം നിൽക്കലുള്ളൂ. ഞാൻ ഇപ്പം ഗെയിം കളിക്കുന്ന നേരം മാത്രമേ നിൽക്കലുള്ളൂ, അല്ലാണ്ട് നിൽക്കാനുള്ള സമയം കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കൊടുക്കും, ട്രേഡ് ഇത് അയൺ എടുക്കും, എമറാൾഡ് വാങ്ങും, അത്രേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഇവരെ എല്ലാവരും സെറ്റാക്കണം. ഓക്കെ, കുറച്ച് ഇതും കിട്ടും, XP. പിന്നെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു ഗൈസ്. കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്തു. ആൻഡ് അതെ ഗൈസ്, നമ്മൾ ഇന്ന് ഒരു നെതർ പോർട്ടൽ ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പോർട്ടൽ ലാവ പൂൾ നമ്മൾ കണ്ടിരുന്നു. ജസ്റ്റ് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ അയൺ ഫാം ഉണ്ടാക്കുന്നേരം തന്നെ ലാവ പൂള് കണ്ടുപിടിച്ചിരുന്നു. അതിൻ്റെ അടുത്തേക്ക് ജസ്റ്റ് ഒന്ന് പോവാം. ഞാൻ പറഞ്ഞു ഈ അയൺ ഫാമിൻ്റെ സൈഡിലോട്ടാണ്. പിന്നെ പറയുകയാണെങ്കിൽ ജസ്റ്റ് നമ്മൾ പിക്കാക്സിൽ ഒരു കണ്ട സിൽട്ടച്ച് അൺബ്രേക്കിംഗ് 3 മെൻഡിങ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് മാറിപ്പോയി, സിൽട്ടച്ച് അൺബ്രേക്കിംഗ് 3 മെൻഡിങ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ വാങ്ങിയതാണ്, കുറച്ച് സെറ്റാക്കി നമ്മൾ. പിന്നെ കുറച്ച് ട്രേഡ് നമ്മൾ അല്ലാണ്ട് വാങ്ങണം, ബുക്ക് ഷെൽഫ് കിട്ടൂല. അതുകൊണ്ട് അൺലോക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ബുക്ക് വാങ്ങണം. അത് ഞാൻ ആഡ് ചെയ്തു. സ്മൈറ്റും ഫ്ലെയിമും അങ്ങനത്തെ എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു ഷുഗർ കെയിൻ ഫാം സെറ്റാക്കണം, നമുക്ക് ഓട്ടോമാറ്റിക് ആക്കണം. ഇത് ഇവിടെ തന്നെ നിന്നോട്ടെ, ഇതൊരു ഭംഗിക്ക് ഇവിടെ തന്നെ നിന്നോട്ടല്ലേ, ഒരു ഭംഗിയില്ലേ. പിന്നെ അവിടെ പാത്തും എന്നോട് പറയാൻ മറന്നു, പാത്തും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്, ചെറിയൊരു പാത്ത്. ഓക്കെ, അങ്ങനെയാണുള്ളത്. അതിന് നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പോകണം. ഇത് ഇങ്ങോട്ട് ഈ ഒരു ഡയറക്ഷനിലാണ് വാട്ടർ ബക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമ്മളെ അയൺ ഫാമിലിൻ്റെ അടുത്തായിട്ടാണ് ഉള്ളത്. നമുക്ക് എന്തായാലും അയൺ ഫാമിലിൻ്റെ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. അതിൻ്റെ അകത്ത് ജസ്റ്റ് വർക്കിംഗ് ഒക്കെ ആണ്. ഇപ്പം തന്നെ ഇപ്പം കുറച്ച് മുമ്പ് അതിനെടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ 47 ആയിട്ടുണ്ട്. ഇതെടുത്ത് നേരെ നമുക്ക് ഒരു 20 ഒബ്സിഡിയൻ ഒപ്പിച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ലോണം ജസ്റ്റ് അത്യാവശ്യം ഒരു വലിയൊരു പോർട്ടൽ കാര്യങ്ങൾ ഉണ്ടാക്കാം. നമുക്ക് അധികം ഡിസൈനൊന്നും ചെയ്യാറുണ്ടോടാ, മുതൽ അത്യാവശ്യം നല്ല ഡിസൈൻ ചെയ്യാൻ പറ്റും നോക്കണം. വ്യോമസംബിയിൽ ചെയ്ത നമ്മളെ പോർട്ടൽ ഉണ്ടിക്കില്ലേ, അതുപോലൊന്നും നമുക്കാവില്ല. എന്തായാലും നമുക്ക് അത്യാവശ്യം നമുക്ക് ഈ റെഫറൻസ് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റും നോക്കാം. അതൊക്കെ വലിയ വലിയ ആൾക്കാർ ചെയ്ത പരിപാടി മുമ്പോ. ഓക്കെ, നമുക്ക് എന്തായാലും ഇങ്ങോട്ട് കയറിയിട്ട് ഇവിടെ എവിടെയെങ്കിലും ജസ്റ്റ് ഇവിടെ ഉണ്ട് നമ്മളെ ലാവ പൂൾ. ആൻഡ് ഇവിടെ ഒരു ബക്കറ്റ് വെള്ളം ഒഴിക്കുക. ആൻഡ് ഇവിടുന്ന് ഒരു 20 ഒബ്സിഡിയൻ ഒപ്പിച്ചിട്ട് ഞാൻ വരാം ഗൈസ്. സോ നമ്മൾ ഈ ഒരു ഏരിയയിലായിട്ടാണ് ബിൽഡാക്കാൻ പോണത്. ജസ്റ്റ് ഒരു ചെറിയൊരു പോർട്ടൽ നമ്മൾ ഉണ്ടാക്കുക. ചെറുതല്ല, കുറച്ചൊരു അത്യാവശ്യം വലുപ്പമുള്ള പോർട്ടൽ. ഒരു 4 മതിയോ, ഒരു 5 ബ്ലോക്ക്. ഓക്കെ, 5 ബ്ലോക്ക് വെച്ച് ജസ്റ്റ് മുകളിലോട്ടേക്ക് 2 സൈഡിലും വെക്കുക. അപ്പോൾ നടുവിൽ 3 ബ്ലോക്ക് വരും. ഓക്കെ, അങ്ങനെ നിന്നിട്ട് അത് അത്യാവശ്യം വലുപ്പമില്ലേ. എന്നിട്ട് ഡിസൈനും കൂടിയും ചെയ്യേണ്ടതാണ്, അതുകൊണ്ട് അത്യാവശ്യം ഹൈറ്റ് വെക്കുക. ഓക്കെ, ഇത് മതി തോന്നുന്നു ഹൈറ്റ്. ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക അല്ലേ, കറക്റ്റ് ഇതാക്കിയല്ലേ. ഓക്കെ, കറക്റ്റ് ഒന്ന് പക്ക കറക്റ്റ് ഈ ഒരു പോർട്ടലാണ് കിട്ടുക. ഓക്കെ, ഇനി ഇത് ഡിസൈൻ ചെയ്യണം. അതിനായിട്ട് നമ്മൾ കുറച്ച് ബ്ലോക്കും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്, കുറച്ച് ഓക്ക് ലോഗും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ജസ്റ്റ് ഇത് വെച്ച് എന്തായാലും ഡിസൈൻ ചെയ്യുന്നത് കണ്ട് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് എന്തായാലും ജസ്റ്റ് ഡിസൈൻ ചെയ്തിട്ട് വരാം ഗൈസ്. നമ്മളെ വർക്ക് മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇനി നെതറിലും കൂടി കയറിയ സെറ്റാണ് നമ്മളെ വർക്ക്. അതിന് നമ്മൾ ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീലും കാര്യങ്ങളും കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഗൈസ്. സോ
ഇവിടെ തീ കൊടുക്കാം ഗൈസോ. ഇവിടെ തീ ഞാൻ കൊടുക്കാം. ജസ്റ്റ് കത്തി കത്തി സുബ്ഹാനല്ല. ഇപ്പൊ ഉണ്ടാക്കിയത് ഇപ്പം മൊത്തം കത്തിപ്പോയിന്. ഓക്കെ ജസ്റ്റ് ഓക്കെ അങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ നമ്മൾ പോർട്ടൽ ജസ്റ്റ് അത്യാവശ്യമൊക്കെ സെറ്റാണ്. റേറ്റിംഗ് ഒന്നും വേണ്ട, റേറ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല. മറ്റേ നമ്മൾ വ്യോമസെമ്പിൽ ഉണ്ടാക്കിയ ഒരു റെഫറൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. നമ്മൾ യൂട്യൂബിൽ നോക്കിയാൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ സ്വന്തം ക്രിയേറ്റിവിറ്റി അനുസരിച്ചാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഓക്കെ അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണ്ടേ. നമ്മളിവിടെ ചെറിയൊരു പാത്തും കാര്യങ്ങളൊക്കെ സെറ്റാണ്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യട്ടാ. ഔട്ട് 1K സബ്സ്ക്രൈബേഴ്സാണ്. 1K എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾ ചെറിയ ചെറിയ യൂട്യൂബേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. വലിയ വലിയ യൂട്യൂബേഴ്സിനെ. ഓക്കെ അങ്ങനെ ഇത് തന്നെ. ഓക്കെ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്ലോക്ക് എടുത്ത് മുറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ബ്ലോക്ക് എടുത്ത് വെക്കുക. അത്രേ ഉള്ളൂ. നമ്മൾ കുറച്ച് ബ്ലോക്ക് ഈ ഒരു ചെസ്റ്റ് ഗൈസ് നമ്മൾ ചെസ്റ്റ് മൊത്തം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഫുൾ കുറേ ചെസ്റ്റും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. ആൻഡ് കുറച്ച് ബിൽഡിംഗ് ബ്ലോക്ക്സ് എടുക്കുക. അത് വെച്ചിട്ട് പാത്തിൻ്റെ സൈഡിൽ നമുക്കൊരു ചെറിയൊരു സ്ട്രക്ചർ കൊടുക്കുക. ഇവിടെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളൊരു പാറ, ഒരു കല്ല് വല്ല വെക്കുക. ഇതൊരു ചെറിയൊരു ഡിസൈനിങ് മെത്തേഡാണ്, എല്ലാവർക്കും അറിയാമായിരിക്കും. അത്രേ ഉള്ളൂ. ഇവിടെയൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഈ ഒരു ഇവിടെ വെച്ചാൽ അപ്പോൾ സെറ്റാണ്. ആൻഡ് ഇവിടെയും കൂടി വെക്കാം. ഇവിടെയും കൂടി ഭാഗത്ത് സെറ്റാക്കിയ ഈ ഒരു സ്ഥലം മൊത്തം സെറ്റാണ്. ഓക്കെ നമ്മളിത് മൊത്തം കംപ്ലീറ്റ് ആക്കി. നെതറിൽ കയറണം. നെതർ കയറിയിട്ട് നമുക്ക് ഏത് ബയോമില സ്പോണാന്ന് നോക്കണം. ഓക്കെ ഇതിൽ ജാവയിൽ ഞാൻ ഇതുവരെ നെതറും കയറാൻ പോയില്ല. ജസ്റ്റ് നെതറിലേക്ക് കയറാം. എന്താ കയറാത്ത ഇത് ഇത്ര സമയമൊക്കെ എടാ വാട്ട് ദ ഹെക്ക് സംഭവം ഇതെന്താ കയറാൻ പറ്റാത്ത? ലോഞ്ചറിൻ്റെ പ്രശ്നം തോന്നുന്നു. എന്താ കുഴപ്പം? വാട്ട് ദ പ്രോബ്ലം ഹേ? ഓക്കെ 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 മുന്നേ തന്നെ ലാവ. ഓക്കെ ബസാൾട്ട് ഡെൽറ്റയോ? അല്ലല്ല. ഓക്കെ ഇതാണ് ഇത്. ഒന്നേനും സോൾസാൻ്റെ വാലിയിലാണ് അടുത്ത് ബസാൾട്ട് ഡെൽറ്റയിൽ നമ്മൾ സ്പോണായത്. ഒരു കടൽ, സോറി ലാവേൻ്റെ ഒരു കടലിൻ്റെ അടുത്താണുള്ളത്. നല്ലൊരു സ്ഥലത്താണ് സ്പോണായത്. ഇവിടെയാണ് നമുക്ക് നെതർ ഹബ്ബ് കാര്യങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പമായി. ലാസ്റ്റ് ആരോടെയും പോയി പോർട്ടലും പൊണ്ടിക്കിട്ട് ഇപ്പം പോർട്ടൽ പൊട്ടിപ്പോയി. പൊട്ടിയിരുന്നപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. ലാവയിലൊക്കെ ഇറങ്ങിപ്പോന്ന് ഗാസ്റ്റൊക്കെ. ഓക്കെ അത്യാവശ്യം നല്ലൊരു സ്ഥലത്താണ് സ്പോണായത്. പക്ഷെ ലാവേൻ്റെ നടുവിലാനെ കൊണ്ട് പണി കിട്ടുമോ എന്ന് പറഞ്ഞൂടെ. മുകളോട്ടാണ് നമ്മളെ ഇതുണ്ടാവും, ഓൾ സാൻഡ്. ജസ്റ്റ് നമുക്ക് നോക്കണം ഇവിടെ എവിടെയെങ്കിലും. അവിടെ മറ്റേതുണ്ട് ബീബു. നമ്മളെ ഇതുണ്ട്, ഹാപ്പി കാസ്റ്റും കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ അപ്പം നെതറും കാര്യം നമ്മൾ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് വരുന്ന എപ്പിസോഡിലായിട്ട് നമുക്ക് ആർമറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് നെതറും കാര്യങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ജസ്റ്റ് ലേസർ റോഡും എൻ്റർപോളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഫുള്ളൊന്ന് സെറ്റാവേണ്ടതാണ്. അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോണത്. ആൻഡ് നമുക്ക് ലേസർ റോഡ് ഒപ്പിച്ചിട്ട് അത് വെച്ച് നമുക്ക് മറ്റേ ഒരു സ്റ്റാൻഡില്ലേ, അതിൻ്റെ പേരൊന്ന് മറന്നുപോയി, അത് ഉണ്ടാക്കിയിട്ട് ഒരു വില്ലേറിന് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ട്രേഡ് ചെയ്ത് എൻ്റർപോൾ ഒപ്പിക്കുക. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റർമാൻ അടിച്ചു. ഓക്കെ നമുക്ക് എന്തായാലും കുറച്ച് സംഭവം ഞാനൊരു തീരുമാനത്തിലേക്ക് വന്നിട്ടുണ്ട്. സോ നമ്മളെ അയൺ ഫാം വില്ലേജർ ബ്രീഡർ നമ്മൾ കുറച്ചുകൂടി വലുതാക്കാൻ പോണ്. യെസ് ഇത് മതിയാവില്ല ഗൈസ്. കുറേ എൻജോയ്മെൻറ്റും കാര്യങ്ങളും ഈ ഒരു മൈൻക്രാഫ്റ്റിലുണ്ട്. അതും കാര്യങ്ങളൊന്നും തീർക്കാൻ നമ്മളെ ബിൽഡ് സീനല്ലേ, അത് ഫുള്ള് വെക്കാനൊന്നും പറ്റില്ല. നമുക്ക് ആവശ്യമുള്ള മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. പക്ഷെ ആവശ്യമുള്ള പോലും ഇതിൽ സ്പേസ് ഇല്ല. നമുക്ക് അയൺ ട്രേഡ് ചെയ്യാൻ എത്ര വേണം, എന്നാലും സ്പേസ് ഇല്ല ഗൈസോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് വലുതാക്കാൻ പോണ്, അടിയിലേക്കാണ് വലുതാക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഞാൻ അത് സെറ്റാക്കുന്നതാണ്. പക്ഷേ നെക്സ്റ്റ് വീഡിയോ ചെയ്യില്ല, നമ്മൾ
ഓഫ് ടൈം നമ്മൾ ചെയ്യും. ഓക്കെ, നമ്മൾ എന്തായാലും നാളെ വർക്കൗട്ട് ചെയ്യുന്നതാണ് എല്ലാം. നമ്മൾ നാളത്തെ എപ്പിസോഡിൽ എന്തായാലും ഫുൾ എൻജോയ്മെൻറ്റ് സംഭവങ്ങളൊക്കെ ഒപ്പിക്കായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ജസ്റ്റ് നമ്മൾ കുറേ നമ്മൾ ഒരു പോർട്ടൽ ഉണ്ടാക്കി ജസ്റ്റ് കുറേ അയണും കാര്യങ്ങളൊക്കെ എടുത്ത് ട്രേഡും കാര്യങ്ങളൊക്കെ ചെയ്തു. അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ചെയ്ത് കണ്ടത്. ഇപ്പോഴും കുറേ അയണും കാര്യങ്ങളും നമ്മൾ കയ്യിൽ വന്ന് കിടക്കുന്നുണ്ട് ഗൈസ്. ആൻഡ് ഫാം കാര്യങ്ങൾ പക്ക വർക്കിംഗ് ആണ്, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്ര നമ്മളെന്തായാലും ട്രേഡ് ചെയ്തിട്ട് എല്ലാവരിനൊക്കെ ഒപ്പിച്ചിട്ട് കുറേ ഇനിയും എല്ലാവരും ഒപ്പിക്കാനുണ്ട്. എല്ലാവരും ഒപ്പിച്ചിട്ട് ജസ്റ്റ് നമുക്ക് നാളത്തെ എപ്പിസോഡിലായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. സോ നാളെ ഒരു കൂടുതൽ എപ്പിസോഡ് ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം നാളെ കാണാം.